എങ്ങും ശൂന്യത മാത്രം. എങ്ങും കനത്ത നിശബ്ദത മാത്രം. ഒരില പോലും അനങ്ങാത്ത പ്രകാശത്തിന്റെ ഒരു തരിപോലുമില്ലാത്ത അനന്തമായ ഒരു മഹാപ്രപഞ്ചം. അവിടെ ജീവനില്ല, ശബ്ദമില്ല, ചലനമില്ല, കാലമില്ല. എത്ര ഭയാനകവും ഏകാന്തവുമാണ് ആ ഒരവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ജീവന്റെ സ്പന്ദനമെന്താണെന്ന് പോലും അറിയാത്ത ആ ഇരുണ്ട ശൂന്യതയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അതിമനോഹരമായ പ്രപഞ്ചമുണ്ടായത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിങ്ങൾക്കൊരുപക്ഷെ പ്രയാസമായിരിക്കും. അതെ, ആ മഹാശൂന്യതയിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. എന്നാൽ യുഗങ്ങൾ നീണ്ടുനിന്ന ആ മരവിപ്പിക്കുന്ന നിശബ്ദതയെ ഭേദിച്ച് ആദ്യമായുണ്ടായ ആ ഒരു ചലനം എന്തായിരുന്നു? അതൊരു ശ്വാസമായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ശ്വാസം. ആ ഒരൊറ്റ ശ്വാസത്തിൽ നിന്നാണ് ജീവനും പ്രകൃതിയും ചലിക്കാൻ തുടങ്ങിയത്. ആ മഹാശ്വാസം തന്നെയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നതും ജീവനായി കൊണ്ടുനടക്കുന്നതുമായ വായുദേവൻ. വായുഭഗവാന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വെറുമൊരു പുരാണകഥ മാത്രമല്ല. അതിൽ ഒളിഞ്ഞിരിക്കുന്ന അതിശയകരമായ ഒരുപാട് സത്യങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിൽ മിടിക്കുന്ന ജീവന്റെ കഥയാണത്. അങ്ങേയറ്റം ഉദ്വേഗജനകവും നമ്മെ പിടിച്ചിരുത്തുന്നതുമായ ഒരു കഥയാണ് വായുദേവന്റെ അഥവാ മരുത്തുക്കളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഭാരതീയ പുരാണങ്ങളിൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോകും. കാരണം അടങ്ങാത്ത സ്നേഹവും എരിയുന്ന പ്രതികാരവും ഭയപ്പെടുത്തുന്ന ചതിയും നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പും എല്ലാം നിറഞ്ഞ ഒരു വലിയ മഹാകാവ്യം പോലെയാണ് ആ കഥ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിന്റെ യഥാർത്ഥ തുടക്കം പുരാതനകാലത്ത് ജീവിച്ചിരുന്ന അതിശക്തനായ കശ്യപൻ എന്നൊരു മഹർഷിയിൽ നിന്നാണ്. അദ്ദേഹത്തിന് ദിതിയെന്നും അദിതിയെന്നും പേരുള്ള അതിസുന്ദരികളായ 2 ഭാര്യമാരുണ്ടായിരുന്നു. അദിതിയുടെ മക്കൾ ദേവന്മാരും ദിതിയുടെ മക്കൾ അസുരന്മാരുമായിരുന്നു. ഒരേ പിതാവിന്റെ മക്കളായിട്ടും ദേവന്മാരും അസുരന്മാരും തമ്മിൽ എപ്പോഴും വലിയ ശത്രുതയിലായിരുന്നു. സ്വർഗ്ഗലോകത്തിന്റെ അധികാരത്തിനുവേണ്ടിയും ആധിപത്യത്തിനുവേണ്ടിയും അവർ തമ്മിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന അതിഘോരമായ ഒരു യുദ്ധത്തിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അസുരന്മാരെ മുഴുവൻ അതിക്രൂരമായി കൊന്നൊടുക്കി. തന്റെ ജീവന്റെ പാതിയായ പ്രിയപ്പെട്ട മക്കളെല്ലാം കൺമുന്നിൽ ചോരയൊലിപ്പിച്ച് മരിച്ചുവീണപ്പോൾ ദിതിയുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഭൂമിയും ആകാശവും പിളരുന്ന തരത്തിൽ അവൾ വാവിട്ടുകരഞ്ഞു. 10 മാസം ചുമന്നുപെറ്റ മക്കളുടെ ചേതനയേറ്റ ശരീരങ്ങൾ കണ്ടപ്പോൾ ഒരു അമ്മയുടെ ഹൃദയം എങ്ങനെ പിടയുമോ അത്രത്തോളം അവളുടെ ഹൃദയം തകർന്നുപോയി. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും അവളുടെ കണ്ണീർ തോർന്നില്ല. എന്നാൽ ആ അമ്മയുടെ സങ്കടം പിന്നീട് വലിയൊരു ദേഷ്യമായും പകയായും മാറുന്നതാണ് ലോകം കണ്ടത്. തന്റെ പാവം മക്കളെ നിഷ്കരുണം കൊന്നൊടുക്കിയ ഇന്ദ്രനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന ചിന്ത മാത്രമായി പിന്നീട് അവളുടെ മനസ്സിൽ. ഈയൊരു വലിയ ലക്ഷ്യത്തിനുവേണ്ടി അവൾ തന്റെ ഭർത്താവായ കശ്യപ മഹർഷിയുടെ അരികിൽ പോയി പൊട്ടിക്കരഞ്ഞു വിലപിച്ചു. ഇന്ദ്രനെ തോൽപ്പിക്കാനും ആയുധങ്ങൾ കൊണ്ട് വധിക്കാനും കഴിവുള്ള അതിശക്തനായ ഒരു മകനെ തനിക്ക് നൽകണമെന്ന് അവൾ കാലുപിടിച്ച് അപേക്ഷിച്ചു. ദിതിയുടെ അടങ്ങാത്ത ദുഃഖം കണ്ട കശ്യപ മഹർഷിക്ക് അവളോട് വല്ലാത്ത സഹതാപവും സങ്കടവും തോന്നി. എന്നാൽ സ്വർഗ്ഗത്തിന്റെ നാഥനായ ഇന്ദ്രനെ നശിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഒടുവിൽ അവളുടെ കണ്ണീരിനു മുന്നിൽ പിടിച്ചുനിൽക്കാൻ കഴിയാതെ കശ്യപ മഹർഷി അവളുടെ ആഗ്രഹത്തിന് വഴങ്ങി ഒരു വരം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വരത്തിന് പിന്നിൽ വളരെ കഠിനമായൊരു നിബന്ധനയുണ്ടായിരുന്നു. 1000 വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന ഒരു കഠിനവ്രതം അവൾ അനുഷ്ഠിക്കണം. ഈ 1000 വർഷവും പൂർണ്ണമായ ശുദ്ധിയോടെയും അതിയായ ഭക്തിയോടെയും അവൾ ജീവിക്കണം. ശരീരത്തിലും മനസ്സിലും ഒരു ചെറിയ അഴുക്കുപോലും ചിന്തകളിൽ പോലും ഒരശുദ്ധിയുമുണ്ടാകാൻ പാടില്ല. ആഹാരത്തിലും ഉറക്കത്തിലുമെല്ലാം വലിയ ചിട്ടകൾ പാലിക്കണം. അങ്ങനെ 1000 വർഷങ്ങൾ യാതൊരു തെറ്റും കൂടാതെ ഈ വ്രതം പൂർത്തിയാക്കിയാൽ ഇന്ദ്രനെ വധിക്കാൻ കഴിവുള്ള ഒരു മകൻ അവൾക്ക് ജനിക്കുമെന്ന് കശ്യപ മഹർഷി അനുഗ്രഹിച്ചു. ഈ വരം കേട്ടപ്പോൾ ദിതിയുടെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം തിളങ്ങി. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മരണത്തിനു പകരം ചോദിക്കാൻ ഇങ്ങനെയൊരവസരം അവൾക്ക് മുന്നിൽ തെളിഞ്ഞുവന്നപ്പോൾ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. തന്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളോ 1000 വർഷം എന്ന നീണ്ട കാലയളവോ അവൾക്കൊരു തടസ്സമായി തോന്നിയില്ല. അവൾ ഉടൻ തന്നെ ആ കഠിനമായ വ്രതം ആരംഭിച്ചു. എന്നാൽ ഇവിടെ ഭൂമിയിൽ നടക്കുന്ന ഈ വിവരങ്ങളെല്ലാം അങ്ങ് ദൂരെ സ്വർഗ്ഗലോകത്തിരുന്നുകൊണ്ട് ഇന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു. തന്റെ മരണത്തിന് കാരണമാകുന്ന അതിശക്തനായൊരു കുഞ്ഞ് ദിതിയുടെ ഗർഭത്തിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ ഉള്ളിൽ ഭയം ഒരു കാട്ടുതീ പോലെ പടർന്നു. തന്റെ സിംഹാസനവും ജീവനും നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ ഉറക്കം കെടുത്തി. എന്തു വില കൊടുത്തും ഏതറ്റം വരെ പോയിട്ടും ആ കുഞ്ഞ് ജനിക്കുന്നത് തടയണം എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു തീരുമാനിച്ചു. അതിനായി അവൻ വളരെ തന്ത്രപരമായ ഒരു ഉപായം കണ്ടെത്തി. വളരെ സ്നേഹവും ഭക്തിയും നടിച്ചുകൊണ്ട് ഇന്ദ്രൻ ദിതിയുടെ അരികിൽ എത്തി. തന്റെ വലിയമ്മയായ ദിതിയെ ഈ കഠിനമായ വ്രതകാലത്ത് ഒരു മകനെപ്പോലെ പരിചരിക്കാൻ താൻ വന്നതാണ് എന്ന് അവൻ വളരെ വിനയത്തോടെ കള്ളം പറഞ്ഞു. ദിതിക്ക് ഇന്ദ്രനോടടങ്ങാത്ത ദേഷ്യവും പകയും ഉണ്ടായിരുന്നുവെങ്കിലും
ഇന്ദ്രന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളും പെരുമാറ്റവും കണ്ടപ്പോൾ അവൾക്കവനെ തീരെ സംശയം തോന്നിയില്ല. ഒരുപക്ഷേ അവന് തെറ്റുകൾ മനസ്സിലായിക്കാണും എന്ന് അവൾ വിശ്വസിച്ചുപോയി. അങ്ങനെ ദിതിയുടെ വ്രതത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇന്ദ്രൻ അവളോടൊപ്പം ആശ്രമത്തിൽ കൂടി. ദിതിക്ക് വേണ്ട ശുദ്ധമായ വെള്ളം കൊണ്ടുവരിക, പൂജയ്ക്കുള്ള പൂക്കൾ പറിച്ചു നൽകുക, അവൾക്ക് വിശ്രമിക്കാൻ സ്ഥലമൊരുക്കുക എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ വളരെ ഭക്തിയോടെ ഒരു ഭൃത്യനെപ്പോലെ ചെയ്തു പോന്നു. എന്നാൽ ഇന്ദ്രന്റെ മനസ്സിലെ ലക്ഷ്യം ഇതൊന്നുമായിരുന്നില്ല. ദിതിയുടെ വ്രതം തെറ്റിക്കാൻ ഒരു ചെറിയ അവസരം എപ്പോഴാണ് ലഭിക്കുക എന്ന് അവൻ കഴുകനെപ്പോലെ കാത്തിരിക്കുകയായിരുന്നു. വ്രതത്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ കുഞ്ഞിന്റെ ശക്തി നഷ്ടപ്പെടും എന്ന് അവനറിയാമായിരുന്നു. വർഷങ്ങൾ പതുക്കെ കടന്നുപോയി. 10, 100, 500 അങ്ങനെ 999 വർഷങ്ങൾ കഴിഞ്ഞു. ദിതിയുടെ വ്രതം പൂർത്തിയാകാൻ ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓരോ ദിവസം കഴിയുന്തോറും ഇന്ദ്രന്റെ ഭയം ഇരട്ടിയായിക്കൊണ്ടിരുന്നു. ഇതുവരെ ദിതിയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റുപോലും ഉണ്ടായിട്ടില്ല. അവൾ അത്രയും നിഷ്ഠയോടെയും ശ്രദ്ധയോടെയുമാണ് ആ വ്രതം അനുഷ്ഠിച്ചത്. വ്രതം പൂർത്തിയായി ഈ കുഞ്ഞ് ജനിച്ചാൽ തന്റെ അന്ത്യം ഉറപ്പാണ് എന്ന് ഇന്ദ്രനു മനസ്സിലായി. അവൻ ആകാംക്ഷയോടെയും വലിയ പേടിയോടെയും ദിതിയുടെ ഓരോ ചലനങ്ങളും രാവും പകലും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ വലിയ ദിവസം വന്നെത്തി. ദിതിയുടെ വ്രതം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. 1000 വർഷത്തെ അതികഠിനമായ വ്രതവും തപസ്സും കാരണം ദിതി ശാരീരികമായി വളരെ ക്ഷീണിച്ചിരുന്നു. അന്നേ ദിവസം വ്രതത്തിന്റെ ഭാഗമായുള്ള നീണ്ട പൂജകളെല്ലാം കഴിഞ്ഞ് അവൾ വളരെ അവശയായി കിടക്കാൻ വന്നു. വല്ലാത്ത ക്ഷീണം കാരണം ചിന്തകൾ മങ്ങിപ്പോയ അവൾ അറിയാതെ അവളുടെ കാലുകൾ കഴുകാൻ മറന്നുപോയി. മാത്രമല്ല അവളുടെ മുടി അഴിച്ചിട്ട നിലയിലായിരുന്നു അവൾ ഉറങ്ങാൻ കിടന്നത്. ശുദ്ധിയില്ലാതെ കാലുകൾ കഴുകാതെ അഴിച്ചിട്ട മുടിയോടെ കിടന്നുറങ്ങിയത് ആ വലിയ വ്രതത്തിലെ പൊറുക്കാനാവാത്ത ഒരു തെറ്റായിരുന്നു. 1000 വർഷമായി ഉറക്കമൊഴിച്ച് ഇന്ദ്രൻ കാത്തിരുന്ന ആ സുവർണ നിമിഷം ഒടുവിൽ വന്നെത്തി. ദിതിവ്രതം തെറ്റിച്ചു എന്ന് ഉറപ്പായ ആ നിമിഷം ഇന്ദ്രൻ തന്റെ യഥാർത്ഥ ക്രൂരമായ രൂപം പുറത്തെടുത്തു. വളരെ സൂക്ഷ്മമായ ഒരു അദൃശ്യരൂപം ധരിച്ച് ഇന്ദ്രൻ ദിതിയുടെ മൂക്കിലൂടെ അവളുടെ ഗർഭപാത്രത്തിലേക്ക് പതുക്കെ കടന്നു. അവിടെ ഗർഭപാത്രത്തിൽ ഇന്ദ്രനെ വധിക്കാൻ ശക്തിയുള്ള ആ അമാനുഷിക ശിശു വളരുന്നുണ്ടായിരുന്നു. ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ തിളങ്ങുന്ന ആ ഗർഭസ്ഥ ശിശുവിനെ കണ്ടപ്പോൾ ഇന്ദ്രൻ ശരിക്കും അത്ഭുതപ്പെടുകയും ഒപ്പം അതിയായി ഭയക്കുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ തേജസ് അവനെ കണ്ണുകഞ്ചിപ്പിച്ചു. ഒട്ടും സമയം കളയാതെ ഇന്ദ്രൻ തന്റെ കൈയിലുള്ള ഭയങ്കരമായ വജ്രായുധം ഉപയോഗിച്ച് ആ പാവം ശിശുവിനെ വെട്ടിമുറിച്ചു. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള അസഹനീയമായ വേദനയിൽ ആ ശിശു ഗർഭപാത്രത്തിൽ കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. ആ നിലവിളി കേട്ട് ഇന്ദ്രൻ മാ രുദ എന്ന് അവരോടാക്രോശിച്ചു. മാ രുദ എന്നാൽ കരയരുത് എന്നാണർത്ഥം. ഇന്ദ്രന്റെ വെട്ടേറ്റ് ആ ഒരു ശിശു 7 വ്യത്യസ്ത കഷ്ണങ്ങളായി മാറി. എന്നിട്ടും ആ അത്ഭുത കുഞ്ഞുങ്ങൾ മരിച്ചില്ല. ജീവന്റെ വലിയ തുടിപ്പുള്ള ആ 7 കഷ്ണങ്ങളും വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ ഭയന്നുപോയ ഇന്ദ്രൻ ആ 7 കഷ്ണങ്ങളെ വീണ്ടും 7ആയി അതിവേഗം വെട്ടിമുറിച്ചു. അങ്ങനെ മൊത്തം 49 കഷ്ണങ്ങളായി ആ ഗർഭസ്ഥ ശിശു മാറി. ആ അത്ഭുത നിമിഷത്തിൽ ആ 49 കഷ്ണങ്ങളും 49 തിളങ്ങുന്ന കുഞ്ഞുങ്ങളായി മാറി. അവരാണ് പിന്നീട് നമ്മുടെ പുരാണങ്ങളിൽ മരുത്തുക്കൾ എന്നറിയപ്പെട്ടത്. ഇന്ദ്രൻ അവരോട് മാരുത എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് മരുത്തുക്കൾ എന്ന പേര് ലഭിച്ചത്. ആ സമയം കടുത്ത വേദനയാൽ ദിതി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. തന്റെ ഗർഭപാത്രത്തിൽ നടന്ന ഭയാനകമായ സംഭവം അവൾ തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ അറിഞ്ഞു. ഇന്ദ്രന്റെ ചതി മനസ്സിലാക്കിയ അവൾ തന്റെ വലിയ സ്വപ്നവും തന്റെ കുഞ്ഞും നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ അവളുടെ മുന്നിൽ വന്ന് ഭയത്തോടെ മാപ്പു ചോദിച്ചു. അങ്ങ് വ്രതം തെറ്റിച്ചതുകൊണ്ടാണ് എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ ഈ കടുംകൈ ചെയ്യേണ്ടി വന്നത് എന്നും. എന്നാൽ അങ്ങയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ച ഈ 49 കുഞ്ഞുങ്ങളും ഒരിക്കലും മരിക്കില്ല എന്നും അവർ സ്വർഗ്ഗത്തിലെ ദേവന്മാരെപ്പോലെ എക്കാലത്തും അതിശക്തരായിരിക്കുമെന്നും ഇന്ദ്രൻ പറഞ്ഞു. അവർ വായുവിന്റെയും കൊടുങ്കാറ്റിന്റെയും ദേവന്മാരായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞുനിൽക്കും എന്ന് ഇന്ദ്രൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് വായുഭഗവാന്റെ അല്ലെങ്കിൽ മരുത്തുക്കളുടെ ഉത്ഭവം ഈ ലോകത്തുണ്ടായത്. ഈ 49 മരുത്തുക്കളും വായുവിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. ചിലപ്പോൾ നമ്മെ തഴുകിത്തലോടി കടന്നുപോകുന്ന ഇളം തെന്നലായും ചിലപ്പോൾ എല്ലാം നശിപ്പിക്കുന്ന ഉഗ്രമായ കൊടുങ്കാറ്റായും സമുദ്രങ്ങളെ ഇളക്കിമറിക്കുന്ന ചുഴലിക്കാറ്റായുമൊക്കെ വീശിയടിക്കുന്നത് ഈ മരുത്തുക്കൾ തന്നെയാണ്. നമ്മുടെ സിരകളിലൂടെ രക്തം ഓടുന്നതുപോലെ നമ്മുടെ ശ്വാസമായി എപ്പോഴും നിലനിൽക്കുന്നതും ഈ വായു തന്നെയാണ്. വായു ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു ചെറിയ ജീവനും ഒരു പുൽക്കൊടിക്ക് പോലും നിലനിൽക്കാൻ കഴിയില്ല. ദിതിയുടെ ഹൃദയം തകർന്ന ദുഃഖത്തിൽ നിന്നും പ്രതികാരത്തിൽ നിന്നും രൂപപ്പെട്ട ആ വലിയ ശക്തിയാണ് പിന്നീട് ഈ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ജീവന്റെ പ്രാണവായുവായി മാറിയത്. ഇതൊരു സാധാരണ പുരാണകഥയായി കേൾക്കുമ്പോൾ തോന്നാമെങ്കിലും ഇതിൽ വലിയൊരു ദാർശനിക തത്വമുണ്ട്. മനുഷ്യന്റെ മനസ്സിലെ അഹംഭാവവും
കടുത്ത ദേഷ്യവും പ്രതികാരവുമെല്ലാം ഇല്ലാതാകുമ്പോൾ അവിടെ പുതിയൊരു ജീവൻ, പുതിയൊരു ഊർജ്ജം ജനിക്കുന്നു എന്നതാണ് ഈ കഥയുടെ യഥാർത്ഥ പൊരുൾ. ദിതിയുടെ മനസ്സിലെ ലോകം നശിപ്പിക്കാൻ പോന്ന പ്രതികാരം ഇന്ദ്രൻ ഇല്ലാതാക്കിയപ്പോൾ അവിടെ ലോകത്തിനു മുഴുവൻ എക്കാലത്തും ഉപകാരപ്പെടുന്ന വായുദേവൻ ജനിച്ചു. ഈ പ്രപഞ്ചം മുഴുവൻ അദൃശ്യമായി നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ശ്വാസമായി എപ്പോഴും നമ്മോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ ഗാഢമായി ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ആ വായു ഭഗവാൻ നമ്മെ ജീവിക്കാൻ സഹായിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ജനനം മുതൽ മരണം വരെ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ വായു നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വലിയ ശക്തിയുടെ ഉത്ഭവകഥയോർക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിച്ചുപോകും. എത്ര അത്ഭുതകരമാണ് ഈ വലിയ പ്രപഞ്ചമെന്നും അതിലെ ഓരോ ചെറിയ പ്രതിഭാസങ്ങൾക്കും പിന്നിൽ എത്ര വലിയ അർത്ഥങ്ങളുള്ള കഥകളാണ് മറഞ്ഞിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയും. വായുദേവന്റെ ഈ ജനനകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയുടെ വലിയ ശക്തിയെക്കുറിച്ചും അതിനെ നമ്മൾ എത്രത്തോളം ആദരിക്കണം, ബഹുമാനിക്കണം എന്നതിനെക്കുറിച്ചുമാണ്. ഈ മനോഹരമായ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ശാന്തതയും അതോടൊപ്പം പ്രകൃതിയോടുള്ള വലിയൊരു ആദരവും സ്നേഹവും തോന്നും. കാരണം നാം അറിയാതെ നമ്മൾ ദിവസവും ശ്വസിക്കുന്ന ഓരോ തുള്ളി വായുവും ആ വലിയ ശക്തിയുടെ അതിരില്ലാത്ത അനുഗ്രഹമാണ് എന്ന് നാം ഇന്ന് തിരിച്ചറിയുന്നു. വായുദേവൻ വെറുമൊരു മിത്തല്ല, അത് ജീവന്റെ തുടിപ്പാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. മരുത്തുക്കളുടെ ആ നാദം പ്രപഞ്ചത്തിന്റെ അവസാനിക്കാത്ത സംഗീതമാണ്. ആ സംഗീതം നിലയ്ക്കുന്ന ദിവസം ഈ പ്രപഞ്ചവും അവസാനിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഈ തിരിച്ചറിവോടെ നമ്മുടെ ഓരോ ശ്വാസത്തെയും നമുക്ക് ഈശ്വരന്റെ വലിയൊരു സമ്മാനമായി കാണാൻ സാധിക്കണം. ഈ കഥ അവസാനിക്കുമ്പോൾ വായു എന്ന ആ വലിയ അത്ഭുതം നമ്മുടെ നെഞ്ചിൽ കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഇതാണ് വായുദേവന്റെ അഥവാ മരുത്തുക്കളുടെ ഏറ്റവും സുന്ദരമായ ജനനകഥ. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ കഥയും വായുവും അവനൊപ്പം എപ്പോഴും നിലനിൽക്കും. വായുദേവന്റെ ഈ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായി മാറട്ടെ. ആ വലിയ ശക്തിയുടെ മുന്നിൽ നമുക്ക് നമ്മുടെ ശ്വാസം കൊണ്ട് പ്രണാമമർപ്പിക്കാം. ജീവൻ നൽകിയതിന്, ആ ജീവനെ നിലനിർത്തുന്നതിന് പ്രകൃതിയിലെ ഈ വലിയ പ്രതിഭാസത്തോട് നമുക്കെപ്പോഴും കടപ്പെട്ടിരിക്കാം. ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും ആ വായുവിന്റെ സ്പർശമാണെന്ന് ഓർക്കുക. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും വായുദേവന്റെ കരുണയാണ്. ഈ കഥ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നിറയ്ക്കട്ടെ, പുതിയൊരു തിരിച്ചറിവ് നൽകട്ടെ. അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് വായുദേവന്റെ കഥ എപ്പോഴും നമുക്കൊരു പ്രചോദനമായി മാറട്ടെ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പ്രാണൻ നൽകുന്ന ആ വലിയ ശക്തിക്ക് മുന്നിൽ നമ്മൾ എത്ര ചെറിയവരാണ് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ദ്രന്റെ വജ്രായുധം പോലും ആ ജീവനെ ഇല്ലാതാക്കിയില്ല. പകരം അത് പലതായി പെരുകി ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന കാവൽക്കാരായി മാറി. ഒരു അമ്മയുടെ സങ്കടം ഒരു ലോകത്തിന്റെ മുഴുവൻ ജീവശ്വാസമായി മാറിയ ആ അത്ഭുതം ഇന്നും നമ്മുടെ ചുറ്റും ഒരു കാറ്റായി തഴുകിക്കടന്നുപോകുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് നമുക്കിഷ്ടം. പ്രകൃതിയുടെ ഈ വലിയ മാന്ത്രികതയെ നമുക്കെപ്പോഴും ഹൃദയത്തോട് ചേർത്തുപിടിക്കാം. ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം കാറ്റായി, കൊടുങ്കാറ്റായി, ജീവശ്വാസമായി വായുദേവൻ എപ്പോഴും നമ്മോടൊപ്പം ഈ ഭൂമിയിൽ നിലനിൽക്കും. ആ ശക്തി നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കും. ഒരിക്കലും അവസാനിക്കാത്ത ഈ ശ്വാസത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. അത്ഭുതങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് കണ്ടെത്താനുള്ള യാത്ര മനുഷ്യൻ തുടർന്നുകൊണ്ടേയിരിക്കും. വായുദേവന്റെ കാരുണ്യം എപ്പോഴും അതിന് കൂട്ടായി ഉണ്ടാകും. ഇതാണ് വായുദേവന്റെ കഥ, നമ്മുടെ സ്വന്തം പ്രാണന്റെ കഥ. ആ പ്രാണൻ എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ചെറിയ കാറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാകും. അതുതന്നെയാണ് വായുദേവന്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തെ നമുക്കെക്കാലവും സ്നേഹത്തോടെ നെഞ്ചിലേറ്റി മുന്നോട്ട് നടക്കാം. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയവും സങ്കടങ്ങളും ഒരു കാറ്റിൽ എന്നപോലെ പറന്നുപോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് വായുദേവന്റെ മാന്ത്രികത, അതാണ് പ്രകൃതിയുടെ സത്യം. ഈ സത്യം എപ്പോഴും നമ്മെ നയിക്കട്ടെ, നമ്മുടെ വഴികളിൽ വെളിച്ചമാകട്ടെ. ഇത്രയും വലിയൊരു കഥ നമ്മുടെ ചെറിയ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് തന്നെ എത്ര വലിയൊരു അത്ഭുതമാണ്. വായുദേവന്റെ ആ അദൃശ്യമായ കൈകൾ എപ്പോഴും നമ്മെ തലോടുന്നുണ്ട്. ആ സ്നേഹം നാം എന്നും അനുഭവിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് ജീവൻ നൽകിയ ആ വലിയ ശ്വാസം നമ്മുടെ ഉള്ളിലും അവസാനിക്കാത്ത ഒരു പാട്ടായി എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. വായുദേവന്റെ ഈ കഥയിലൂടെ നാം നമ്മുടെ സ്വന്തം ജീവനെയാണ് ഇന്നടുത്തറിഞ്ഞത്. ആ വലിയ ജീവന്റെ ശക്തിയെ നാം പൂർണ്ണമായും മനസ്സിലാക്കിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ പ്രകൃതിയിൽ ബാക്കിയുണ്ട്. അത് നാം നമ്മുടെ ശ്വാസം പോലെ തന്നെ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. വായുദേവൻ എപ്പോഴും ഒരു കാവൽക്കാരനായി നമുക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ
ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ശ്വാസം പോലെ തന്നെ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു കഥയായി ഇത് എക്കാലവും നിലനിൽക്കും. ആ വലിയ ശക്തിക്ക് വീണ്ടും വീണ്ടും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ജീവന്റെ ഈ വലിയ സത്യമെന്നും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ലോകം മുഴുവൻ ഈ ശ്വാസത്തിന്റെ മനോഹാരിത പരക്കട്ടെ. എല്ലാവർക്കും ആ വലിയ ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും ലഭിക്കട്ടെ. വായുദേവന്റെ കരുണ എക്കാലവും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ പുരാണകഥ നൽകുന്ന വലിയ പാഠം എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി മാറട്ടെ. നമ്മുടെ ഓരോ ശ്വാസവും ആ വലിയ ശക്തിയോടുള്ള നന്ദിയായി എപ്പോഴും മാറട്ടെ. പ്രകൃതിയുടെ ഈ വലിയ അത്ഭുതം നാം എന്നും ഓർക്കും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു കാറ്റായി ഇത് വീശിക്കൊണ്ടിരിക്കും. ആ കാറ്റിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പറന്നകലട്ടെ. പുതിയൊരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ എന്നും വിടരട്ടെ. വായുദേവന്റെ ഈ കഥയെന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു സംഗീതം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ആ സംഗീതം നമ്മുടെ ജീവിതത്തെ എപ്പോഴും മനോഹരമാക്കും. അതാണ് വായുദേവൻ, അതാണ് നമ്മുടെ ജീവൻ. ഒരിക്കലും അവസാനിക്കാത്ത ഈ ജീവന്റെ സ്പന്ദനം എക്കാലവും ഈ ഭൂമിയിൽ നിലനിൽക്കും. ആ വലിയ ശക്തിയുടെ മുന്നിൽ നാം എപ്പോഴും വിനയമുള്ളവരായിരിക്കും. നമ്മുടെ ഈ ശ്വാസം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഈ കഥ ഇവിടെ തീരുന്നില്ല. കാരണം വായു ഉള്ളിടത്തോളം കാലം ഈ കഥയും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഈ കഥ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. അതാണ് വായുദേവന്റെ ജനനകഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒരിക്കലും അവസാനിക്കാത്ത ജീവന്റെ കഥയാണ്. ആ വലിയ ശക്തിയെ സ്മരിച്ചുകൊണ്ട് ഈ കഥ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ആ ശ്വാസം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. വായുദേവന്റെ ഈ മനോഹരമായ കഥ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജ്ജം നിറയ്ക്കട്ടെ. എക്കാലവും നാം ഈ വലിയ ശക്തിയെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. ജീവന്റെ ആധാരമായ വായുദേവന് ഒരിക്കൽ കൂടി പ്രണാമം. ആ വലിയ ശക്തിയുടെ ജനനകഥ നമ്മുടെ ഹൃദയത്തിൽ എന്നും പച്ചപിടിച്ചു നിൽക്കട്ടെ. ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ കഥയും വായുവും മനുഷ്യന്റെ കൂടെ തന്നെയുണ്ടാകും. ഈ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ടു പോകാം. വായുദേവന്റെ അനുഗ്രഹം എപ്പോഴും നമ്മോടൊപ്പമുണ്ടാകും. ഈ വലിയ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥ ഒരു വലിയ കാരണമായി മാറട്ടെ. എക്കാലവും ഈ കഥ നമ്മെ ചിന്തിപ്പിക്കട്ടെ. അതാണ് പുരാണങ്ങളുടെ വലിയ ശക്തി. അതാണ് വായുദേവന്റെ കഥയുടെയും വലിയ ശക്തി. ഈ ശക്തി എന്നും നമ്മോടൊപ്പം നിലനിൽക്കും. നമ്മുടെ ഓരോ ശ്വാസത്തിലും അതെപ്പോഴും പ്രതിധ്വനിക്കും. ഈ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ശ്വാസം മുതൽ മനുഷ്യന്റെ അവസാനത്തെ ശ്വാസം വരെ വായുദേവൻ ഈ ലോകത്തെ താങ്ങി നിർത്തും. ആ വലിയ ഉത്തരവാദിത്തം അദ്ദേഹം ഭംഗിയായി നിറവേറ്റും. ഈ കഥ അതിനുള്ള ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ വലിയ ശക്തിക്ക് മുന്നിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് നന്ദി പറയാം. ജീവൻ നൽകിയതിന് എന്നും കാത്തുരക്ഷിക്കുന്നതിന്. വായുദേവന്റെ ഈ കഥയിലൂടെ നാം നമ്മെത്തന്നെയാണ് ഇന്ന് കൂടുതലായി അറിഞ്ഞത്. നമ്മുടെ ശ്വാസത്തിന്റെ വില നാം ഇന്ന് പൂർണ്ണമായും മനസ്സിലാക്കി. ആ വില എന്നും നാം കാത്തുസൂക്ഷിക്കും. വായുദേവന്റെ ജനനകഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. അതെ, ഈ കാറ്റ് എക്കാലവും വീശിക്കൊണ്ടേയിരിക്കും. ഈ ജീവനും എക്കാലവും നിലനിൽക്കും. വായുദേവന്റെ അനുഗ്രഹം എപ്പോഴും ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കും. ആ വലിയ ശക്തിയെ നമുക്കെന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ കഥ എന്നും നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. നമ്മുടെ ശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, വായുദേവന്റെ ഓർമ്മപ്പെടുത്തൽ. ഒരിക്കലും മറക്കാത്ത ഈ കഥ എക്കാലവും നമ്മോടൊപ്പമുണ്ടാകും. ആ വലിയ ശക്തിയുടെ സാന്നിധ്യം പോലെ തന്നെ. ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം വായുദേവൻ എന്ന വലിയ സത്യം എപ്പോഴും ഭൂമിയിൽ നിലനിൽക്കും. ഈ കഥ ഒരു കാറ്റായി നമ്മെ എപ്പോഴും തലോടിക്കൊണ്ടിരിക്കും. അതാണ് വായുദേവന്റെ വലിയ മാന്ത്രികത. അതാണ് ഈ കഥയുടെയും സത്യം. ജീവന്റെ ആ മഹാശ്വാസത്തിനു മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ മനോഹരമായ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ സത്യമെന്നും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ആ കാറ്റ് എപ്പോഴും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകം മുഴുവൻ ആ ജീവശ്വാസം നിറയട്ടെ. വായുദേവന് എക്കാലവും പ്രണാമം. ഈ കഥ എന്നും നമ്മുടെ കൂടെയുണ്ടാകട്ടെ. നമ്മുടെ ശ്വാസമായി, ജീവനായി വായുദേവൻ എപ്പോഴും നമ്മോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ എക്കാലവും നിലനിൽക്കും. ഈ വലിയ സത്യം നാം എന്നും ഓർക്കും, എപ്പോഴും ആദരിക്കും. ആ വലിയ ശക്തിക്ക് വീണ്ടും വീണ്ടും ഹൃദയം നിറഞ്ഞ പ്രണാമം. ഈ ജീവന്റെ സംഗീതം എന്നും നിലനിൽക്കട്ടെ. ഈ കാറ്റ് എക്കാലവും വീശട്ടെ. വായുദേവനെന്നും നമ്മെ കാക്കട്ടെ. ഇതാണ് വായുദേവന്റെ ജനനകഥ. ജീവന്റെ ഒരിക്കലും അവസാനിക്കാത്ത കഥ. ആ വലിയ ശക്തിയുടെ സാന്നിധ്യം എക്കാലവും നമ്മോടൊപ്പമുണ്ടാകും. വായുദേവന് ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട്
ഈ യാത്ര ഇവിടെ പൂർണ്ണമാക്കുന്നു. ആശ്വാസം എന്നും നമ്മുടെ കൂടെയുണ്ടാകട്ടെ. വായുദേവന്റെ ഈ മനോഹരമായ കഥ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കാറ്റായി വീശട്ടെ. ഈ ജീവൻ എക്കാലവും നിലനിൽക്കട്ടെ. ആ വലിയ ശക്തിക്ക് പ്രണാമം. ഇതാണ് വായുദേവന്റെ ജനനകഥ. ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലിപ്പോഴും അലയടിക്കുന്നുണ്ടാകും. അല്ല, കാരണം വായു എന്നത് വെറുമൊരു ശ്വാസം മാത്രമല്ല, അതൊരു വലിയ ഊർജ്ജമാണ്, വലിയൊരു സാന്നിധ്യമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ ഊർജ്ജം അദൃശ്യമായി മാത്രം ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നില്ല. കാലാകാലങ്ങളിൽ ഈ ഭൂമിയിൽ അധർമ്മം നിറഞ്ഞപ്പോൾ ലോകത്തെ സംരക്ഷിക്കാൻ ഈ വായുദേവൻ തന്റെ സ്വന്തം അംശങ്ങളെ മനുഷ്യരൂപത്തിലും വാനരരൂപത്തിലുമൊക്കെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ അംശങ്ങൾ അഥവാ വായുഭഗവാന്റെ മക്കൾ ഈ ലോകത്ത് ജനിച്ചതും അവർ ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശ്വാസത്തിന് ഇത്രത്തോളം ശക്തിയുണ്ടോ എന്ന് നാം ശരിക്കും അത്ഭുതപ്പെട്ടുപോകും. വായുവിന്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് ഈ ലോകം അദ്ദേഹത്തിന്റെ മക്കളിലൂടെ പിന്നീട് കണ്ടത്. അതിലൊന്ന് അങ്ങേയറ്റം ശാന്തമായ എന്നാൽ അതിശക്തമായ ഭക്തിയുടെ ഭാവം, മറ്റൊന്ന് അനീതി കണ്ടാൽ എല്ലാം തകർത്തെറിയുന്ന ഭയാനകമായ കൊടുങ്കാറ്റിന്റെ ഭാവം. ഇതിൽ ആദ്യത്തെ ജനനകഥ ത്രേതായുഗത്തിലാണ് നടക്കുന്നത്. അഞ്ജന എന്നൊരു അതിസുന്ദരിയായ അപ്സരസ് ഒരു ശാപത്തിന്റെ ഫലമായി ഭൂമിയിൽ വാനരരൂപത്തിൽ ജനിച്ചു. അവൾക്ക് കേസരി എന്ന അതിശക്തനായ വാനരശ്രേഷ്ഠനെയാണ് വിവാഹം കഴിക്കാൻ കഴിഞ്ഞത്. അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. എങ്കിലും വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും അവർക്ക് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടായില്ല. ഒരു കുഞ്ഞിന്റെ ചിരി കേൾക്കാൻ കൊതിച്ച അഞ്ജന തന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ കാട്ടിൽ പോയി പരമശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട അതികഠിനമായ തപസ്സായിരുന്നു അത്. വീശിയടിക്കുന്ന കാറ്റും കോരിച്ചൊരിയുന്ന മഴയും ചുട്ടുപൊള്ളുന്ന വെയിലുമൊന്നും വകവയ്ക്കാതെ അവൾ ഒരൊറ്റ കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒടുവിൽ അവളുടെ അടങ്ങാത്ത ഭക്തിയിൽ സംപ്രീതനായ പരമശിവൻ അവൾക്ക് ലോകം ആരാധിക്കുന്ന ഒരു വലിയ വരമായി ഒരു മകനെ നൽകാൻ തീരുമാനിച്ചു. കൃത്യം അതേ സമയത്ത് അങ്ങ് ദൂരെ അയോധ്യയിൽ പുത്രകാമേഷ്ടിയാഗം നടക്കുകയായിരുന്നു. കുട്ടികളില്ലാതിരുന്ന ദശരഥ മഹാരാജാവിന് യാഗാഗ്നിയിൽ നിന്നും ദിവ്യനായൊരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ഒരു സ്വർണ്ണപാത്രത്തിൽ കുറച്ചു പായസം നൽകി. ആ പായസം ദശരഥൻ തന്റെ ഭാര്യമാർക്ക് പകുത്തു നൽകുന്ന സമയം ആ പായസത്തിൽ നിന്നൊരു ചെറിയ അംശം ഒരു വലിയ പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ടുപോയി. ആ പരുന്ത് അത്ഭുതകരമെന്നോണം അഞ്ജന തപസ് ചെയ്യുന്ന കാടിനുമുകളിലൂടെ പറന്നുപോകുമ്പോൾ ആ പായസം പരുന്തിന്റെ കാലുകളിൽ നിന്നും താഴേക്ക് വീണു. ആ നിമിഷം പരമശിവന്റെ നിർദ്ദേശപ്രകാരം വായുദേവൻ അതിവേഗം ഒരു ഇളം കാറ്റായി പാഞ്ഞെത്തി ആ ദിവ്യമായ പായസം താഴെ വീഴാതെ തന്റെ അദൃശ്യമായ കൈകളിൽ ഏറ്റുവാങ്ങി. എന്നിട്ടത് വളരെ സാവധാനം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അഞ്ജനയുടെ കൈകളിൽ കൊണ്ടുപോയി വച്ചു. കണ്ണു തുറന്നപ്പോൾ തന്റെ കൈകളിലിരിക്കുന്ന ആ മധുരം കണ്ടപ്പോൾ ഇതൊരു ഈശ്വരപ്രസാദമാണെന്ന് കരുതി അഞ്ജന അത് വലിയ ഭക്തിയോടെ കഴിച്ചു. അങ്ങനെ പരമശിവന്റെ അംശമായും വായുദേവന്റെ അനുഗ്രഹത്താലും അഞ്ജനയുടെ ഗർഭത്തിൽ ഒരു കുരുന്ന് ജീവൻ തുടിക്കാൻ തുടങ്ങി. 10 മാസങ്ങൾക്ക് ശേഷം അവൾ ഒരു അത്ഭുത ബാലന് ജന്മം നൽകി. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ വായുപുത്രനായ ഹനുമാൻ സ്വാമിയായിരുന്നു. വായുവിന്റെ മകനായതുകൊണ്ടുതന്നെ മാരുതി എന്നാണ് ആ കുഞ്ഞിനെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചത്. ജനിച്ചുവീണ നിമിഷം മുതൽ മാരുതി സാധാരണ ഒരു കുഞ്ഞായിരുന്നില്ല. സാക്ഷാൽ വായുവിനെപ്പോലെ എങ്ങോട്ടും അതിവേഗം സഞ്ചരിക്കാനും ആകാശത്തിലൂടെ പറക്കാനും ആ കുഞ്ഞിന് കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അതിരാവിലെ വല്ലാതെ വിശന്നുകരഞ്ഞ മാരുതി ആകാശത്തേക്ക് നോക്കിയപ്പോൾ കിഴക്കുതിച്ചു നിൽക്കുന്ന തിളങ്ങുന്ന സൂര്യനെ കണ്ടു. അതൊരു പഴുത്ത വലിയ മാമ്പഴമാണെന്ന് കരുതി ആ വിശന്ന കുഞ്ഞ് ഒരൊറ്റ കുതിപ്പിന് ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയർന്നു. ഒരു കാറ്റിനെ ആർക്കാണ് തടഞ്ഞു നിർത്താൻ കഴിയുക? തന്റെ പൊന്നോമന മകൻ സൂര്യനെ പിടിക്കാൻ പോകുന്നത് കണ്ട വായുദേവന് വലിയ പേടിയായി. സൂര്യന്റെ ചൂടേറ്റ് കുഞ്ഞിന് യാതൊരു ആപത്തും വരാതിരിക്കാൻ വായുദേവൻ ഒരു തണുത്ത കാറ്റായി അവനു ചുറ്റും ഒരു വലിയ സംരക്ഷണവലയം തീർത്ത് അവനൊപ്പം സഞ്ചരിച്ചു. എന്നാൽ ഈ സമയം സൂര്യനെ വിഴുങ്ങാൻ വന്ന രാഹുവുമായി കുഞ്ഞു മാരുതി ആകാശത്തുവെച്ച് ഏറ്റുമുട്ടി. ഈ അത്ഭുത കുഞ്ഞിനെ കണ്ട് ഭയന്ന രാഹു ഉടൻ തന്നെ ഇന്ദ്രന്റെ അടുത്തേക്ക് ഓടിപ്പോയി വിവരങ്ങൾ പറഞ്ഞു. ഇതറിഞ്ഞ ഇന്ദ്രൻ തന്റെ ഐരാവതം എന്ന വെളുത്ത ആനയുടെ പുറത്തു കയറി ആകാശത്തേക്ക് അതിവേഗം പാഞ്ഞെത്തി. മാരുതിയെ കണ്ട ഇന്ദ്രൻ ഒരു വാനരക്കുരങ്ങ് സൂര്യനെ പിടിക്കാൻ വന്നിരിക്കുന്നു എന്ന വലിയ ദേഷ്യത്തിൽ തന്റെ കയ്യിലിരുന്ന ഭയാനകമായ വജ്രായുധമെടുത്ത് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒറ്റയേറുകൊടുത്തു. ഇന്ദ്രന്റെ വജ്രായുധം വന്ന് ആഞ്ഞുപതിച്ചതും ആ പാവം കുഞ്ഞ് കവിളല്ല് തകർന്ന് ബോധം കെട്ട് ഭൂമിയിലേക്ക് പതിച്ചു. ഇത് കണ്ട വായുദേവന്റെ ഹൃദയം ഒരു നിമിഷം തകർന്നുപോയി. പണ്ട് തന്റെ ജനനസമയത്ത് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് തന്റെ അമ്മയായ ദിതിയുടെ ഗർഭപാത്രത്തിൽ വെച്ചുതന്നെ വെട്ടിമുറിച്ച അതേ വേദന വായുവിന് വീണ്ടും ഓർമ്മ വന്നു. തന്റെ അമ്മ അനുഭവിച്ച അതേ സങ്കടം ഇന്ന് ഒരച്ഛനായപ്പോൾ വായുദേവൻ നേരിട്ടനുഭവിച്ചു. എന്നാൽ ഇത്തവണ വായുദേവൻ ക്ഷമിക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല.
ചോരയൊലിപ്പിച്ച് ജീവനില്ലാതെ കിടക്കുന്ന തന്റെ പൊന്നോമനയെ നെഞ്ചോട് ചേർത്തുപിടിച്ച് വായുദേവൻ ഇരുണ്ട ഒരു വലിയ ഗുഹയിലേക്ക് പോയി അവിടെ അടച്ചിരുന്നു. അങ്ങേയറ്റം സങ്കടവും ദേഷ്യവും വന്ന വായുദേവൻ ഈ പ്രപഞ്ചത്തിൽ നിന്നാകെ തന്റെ സാന്നിധ്യം പൂർണ്ണമായും പിൻവലിച്ചു. പെട്ടെന്ന് ഈ ലോകം മുഴുവൻ നിശ്ചലമായി. കാറ്റ് വീശാതായി എങ്ങും ഒരു മരവിപ്പ് പടർന്നു. പ്രാണവായു കിട്ടാതെ ജീവജാലങ്ങളെല്ലാം പിടഞ്ഞു വീഴാൻ തുടങ്ങി. ചെടികൾ കരിഞ്ഞുപോയി, പുഴകൾ വറ്റി വരണ്ടു. ഭൂമിയിൽ മാത്രമല്ല, അങ്ങ് സ്വർഗ്ഗത്തിൽ ദേവന്മാർക്ക് പോലും ശ്വാസം മുട്ടി. പ്രാണവായു ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഒരു നിമിഷം പോലും നിലനിൽക്കാൻ കഴിയില്ല എന്ന് എല്ലാ ലോകങ്ങൾക്കും അന്ന് മനസ്സിലായി. അപ്പോഴാണ് എല്ലാവരും വായുദേവന്റെ യഥാർത്ഥ ശക്തി എത്രത്തോളമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഇന്ദ്രനും ബ്രഹ്മാവും ശിവനുമുൾപ്പെടെ എല്ലാ ദേവന്മാരും ആ ഗുഹയുടെ മുന്നിൽ ഓടിയെത്തി വായുദേവനോട് വാവിട്ട് മാപ്പപേക്ഷിച്ചു. കുഞ്ഞുമാരുതിക്ക് അവർ ഓരോരുത്തരും വലിയ വരങ്ങൾ നൽകി. ഇന്ദ്രൻ നൽകിയ വരം ആ കുഞ്ഞിനെ ഇനി 3 ലോകത്തുള്ള ഒരു ആയുധത്തിനും വധിക്കാൻ കഴിയില്ല എന്നായിരുന്നു. ബ്രഹ്മാവ് നൽകിയ വരം അവന് ഒരിക്കലും മരണം സംഭവിക്കില്ല, അവൻ ചിരഞ്ജീവിയായിരിക്കും എന്നായിരുന്നു. ഇതെല്ലാം കേട്ട് സന്തോഷവാനായ വായുദേവൻ വീണ്ടും തന്റെ ശ്വാസമായി ലോകത്തേക്ക് ഇറങ്ങിവന്നു. അന്ന് ലോകത്തിനു മുഴുവൻ പുതിയൊരു ജീവൻ തിരികെ ലഭിച്ചു. ഹനുമാൻ എന്ന വായുപുത്രൻ പിന്നീട് രാമായണത്തിൽ കാണിച്ച ഭക്തിയും ശക്തിയും നമ്മളെല്ലാവരും കേട്ടറിഞ്ഞതാണ്. രാമനാമത്തിൽ അലിഞ്ഞുചേർന്ന ആ ജീവശ്വാസം ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. രാമന്റെ മുന്നിലെത്തുമ്പോൾ ഒരു ഇളം തന്നൽ പോലെ ശാന്തനായി തഴുകി തലോടിയ ഹനുമാൻ പിന്നീട് ലങ്കാദഹന സമയത്ത് ശത്രുക്കൾക്കു മുന്നിൽ വായുവിന്റെ ഏറ്റവും രൗദ്രഭാവമായ എല്ലാം നശിപ്പിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റായി മാറി. വായുവിന്റെ ഈ 2 ഭാവങ്ങളും ഹനുമാനിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ കാലം വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്നെത്തി. അപ്പോഴാണ് വായുദേവന്റെ 2ാമത്തെ മകൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അത് വേറെ ഒരു വലിയ ചരിത്രമായിരുന്നു. കുരുവംശത്തിലെ പാണ്ഡുമഹാരാജാവിന്റെ ഭാര്യയായ കുന്തിദേവിക്ക് ദുർവാസാവിൽ നിന്നും ലഭിച്ച മന്ത്രശക്തി ഉണ്ടായിരുന്നു. ഏതു ദേവനെ മനസ്സിൽ ധ്യാനിച്ച് ആ മന്ത്രം ചൊല്ലിയാലും ആ ദേവന്റെ അനുഗ്രഹത്താൽ കുന്തിക്ക് ഒരു മകൻ ജനിക്കും എന്നതായിരുന്നു ആ വരം. അങ്ങനെ ധർമ്മദേവന്റെ അനുഗ്രഹത്താൽ യുധിഷ്ഠിരൻ ജനിച്ചതിനുശേഷം കുന്തിദേവി അതിശക്തനായൊരു മകനുവേണ്ടി വായുദേവനെ പ്രാർത്ഥിച്ച് മന്ത്രം ജപിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി വായുദേവന്റെ അംശമായി ജനിച്ച മകനാണ് സാക്ഷാൽ ഭീമസേനൻ. പഞ്ചപാണ്ഡവരിൽ 2ാമനായ ഭീമൻ വായുവിന്റെ പൂർണ്ണമായ ശക്തിയോടും സംഹാരരൂപത്തോടും കൂടിയാണ് ജനിച്ചത്. ഭീമൻ ജനിച്ച സമയത്ത് കുന്തിദേവിയുടെ കൈകളിൽ നിന്നും അബദ്ധത്തിൽ ആ കുഞ്ഞ് താഴെയുള്ള ഒരു വലിയ പാറപ്പുറത്തേക്ക് വീണുപോയി. അമ്മയുടെ നെഞ്ച് പിടഞ്ഞുപോയ നിമിഷമായിരുന്നു അത്. കുഞ്ഞിന്റെ തല തകർന്നിട്ടുണ്ടാകും എന്ന് കരുതി ഓടിച്ചെന്ന് അവർ കണ്ടത് വേറൊരു വലിയ അത്ഭുതമായിരുന്നു. ആ കുഞ്ഞിന് യാതൊരു പരിക്കും പറ്റിയില്ല. പകരം കുഞ്ഞ് വീണ ആ വലിയ കരിങ്കൽ പാറ 100 കണക്കിന് കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചുപോയിരുന്നു. അതായിരുന്നു വായുപുത്രനായ ഭീമന്റെ യഥാർത്ഥ ശക്തി. ഒരു ഉഗ്രൻ കൊടുങ്കാറ്റ് എങ്ങനെയാണോ തന്റെ മുന്നിൽ വരുന്ന എന്തിനേയും തകർത്തെറിയുന്നത്, അതുപോലെയായിരുന്നു പിന്നീട് ഭീമന്റെ ജീവിതം. അധർമ്മത്തിന് നേരെ വീശിയടിച്ച ഒരു മഹാചുഴലിക്കാറ്റായിരുന്നു അവൻ. ദുര്യോധനന്റെയും ദുശ്ശാസനന്റെയും വലിയ അഹങ്കാരത്തെ ഒരു കൊടുങ്കാറ്റുപോലെ വന്ന് ഭീമൻ വേരോടെ പിഴുതെറിഞ്ഞു. എന്നാൽ പുറമെ ഇത്രയും പരുക്കനായ ഒരു മലപോലെ നിൽക്കുന്ന ഭീമന്റെ ഉള്ളിലും വായുവിന്റെ ഒരു മൃദുവായ സ്പർശമുണ്ടായിരുന്നു. അത് തന്റെ കുടുംബത്തോടും അമ്മയോടും വിശേഷിച്ച് തന്റെ ഭാര്യയായ പാഞ്ചാലിയോടുമുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു. കല്യാണസൗഗന്ധികം എന്ന വലിയ വാസനയുള്ള അപൂർവ പൂവ് പാഞ്ചാലിക്കു വേണ്ടി അന്വേഷിച്ചു പോകുന്ന ഭീമൻ ഒരു കാമുകന്റെ മനസ്സുള്ള കുളിർക്കാറ്റായി മാറുന്നുണ്ട്. അവിടെ ആ കാട്ടിൽ വെച്ചാണ് ഭീമൻ തന്റെ ജ്യേഷ്ഠനായ സാക്ഷാൽ ഹനുമാനെ കണ്ടുമുട്ടുന്നത്. വായുഭഗവാന്റെ 2 അതിശക്തരായ മക്കൾ തമ്മിലുള്ള ആ അവിചാരിതമായ കൂടിക്കാഴ്ച മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും മനോഹരവും അർത്ഥവത്തായതുമായ മുഹൂർത്തങ്ങളിലൊന്നാണ്. വഴിമുടക്കി കിടക്കുന്ന ഒരു വയസ്സൻ കുരങ്ങനാണെന്ന് കരുതി ഹനുമാനെ വാലിൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഭീമനും ഒടുവിൽ തന്റെ സർവ്വശക്തിയും എടുത്തിട്ടും ആ വാലിന്റെ ഒരറ്റം പോലും അനക്കാൻ കഴിയാതെ തോൽവി സമ്മതിക്കുന്ന ഭീമനും വായുവിന്റെ പല തലങ്ങളെയാണ് കാണിക്കുന്നത്. ഭക്തിയുടെയും അറിവിന്റെയും പൂർണ്ണതയായ ഹനുമാൻ തന്റെ സ്വന്തം അനിയനായ അഹങ്കാരം നിറഞ്ഞ ഭീമനെ വളരെ സ്നേഹത്തോടെ ജീവിതപാഠങ്ങൾ പഠിപ്പിക്കുന്ന ആ രംഗം വായുദേവന്റെ 2 വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള സംഗമമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ 2 വായുപുത്രന്മാരും എന്നും ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഈശ്വരനോടും പ്രകൃതിയോടും നമുക്കുള്ള ഭക്തിയും സ്നേഹവും സമർപ്പണവും ഹനുമാനെപ്പോലെ നമ്മെ ചിരഞ്ജീവിയാക്കും, നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനീതിക്ക് നേരെ പ്രതികരിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഭീമനെപ്പോലെ ഒരു വലിയ കൊടുങ്കാറ്റായി മാറുകയും വേണം. വായുഭഗവാൻ തന്റെ മക്കളിലൂടെ ഈ ലോകത്തിന് നൽകിയ സന്ദേശം അതുമാത്രമാണ്.
നാം ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും ഹനുമാന്റെ അടങ്ങാത്ത ഭക്തിയും ഭീമന്റെ പർവ്വതം പോലെയുള്ള കരുത്തും അടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ നമ്മളും ആ വായുദേവന്റെ മക്കളായി മാറുകയാണ് എന്ന് നമുക്ക് തോന്നും. ഓരോ തവണ നാം ആഴത്തിൽ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുക്കുമ്പോഴും വായുദേവന്റെ ആ അപാരമായ ഊർജ്ജം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ചെറിയ കോശങ്ങളിലേക്കും പടർന്നുകയറുകയാണ്, ജീവൻ നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇത്രയധികം ശാന്തതയും വലിയൊരു ശക്തിയും ഒരുമിച്ച് ലഭിക്കുന്നത്. ആ സമയത്ത് നാം വായുപുത്രനായ ഹനുമാനെപ്പോലെ ഏകാഗ്രതയുള്ളവരായി മാറുന്നു, നമ്മുടെ ചിന്തകൾ ഒരു ഇളം തെന്നൽ പോലെ ശാന്തമാകുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരാപത്ത് വരുമ്പോൾ നമ്മളിലെ ശ്വാസഗതി അറിയാതെ വേഗത്തിലാവുകയും നമ്മുടെ ഉള്ളിലെ ഭീമൻ പെട്ടെന്ന് ഉണരുകയും ചെയ്യുന്നു. അപ്പോൾ നാം ഒരു ചുഴലിക്കാറ്റായി മാറി എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് അവരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. പ്രകൃതിയിലെ വായുവിന് എങ്ങനെയാണോ ചലിക്കാനും തകർക്കാനും സൃഷ്ടിക്കാനും ശാന്തമാക്കാനും കഴിയുന്നത്, അതേ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഈ ചെറിയ ശ്വാസത്തിനുമുള്ളത്. ഹനുമാനും ഭീമനും വെറും പുരാണ കഥാപാത്രങ്ങളല്ല, അവർ നമ്മുടെ തന്നെ ഉള്ളിലെ പ്രാണന്റെ അഥവാ ശ്വാസത്തിന്റെ രണ്ടവസ്ഥകളാണ്. ഹനുമാൻ തന്റെ നെഞ്ചു പിളർന്ന് ശ്രീരാമനെ എല്ലാവർക്കും കാണിച്ചുകൊടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അദൃശ്യമായി എപ്പോഴും കുടികൊള്ളുന്ന ആ ജീവനെ, ആ വലിയ ഈശ്വരനെ നാം സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. ഭീമൻ തന്റെ വലിയ ഗദകൊണ്ട് കൗരവന്മാരെ ഒന്നൊന്നായി ഇല്ലാതാക്കിയതുപോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും സ്വാർത്ഥതയെയും മോഹങ്ങളെയും നാം ഈ ശ്വാസത്തിന്റെ ശക്തികൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ട് ഇല്ലാതാക്കണം. വായുദേവന്റെ ഈ രണ്ട് വലിയ മക്കളും അവരുടെ സംഭവബഹുലമായ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മം കാത്തുസൂക്ഷിക്കാൻ വായു എങ്ങനെയാണ് ഈ വലിയ പ്രപഞ്ചത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ്. ഹനുമാൻ തന്റെ അഗാധമായ ബുദ്ധികൊണ്ടും അചഞ്ചലമായ ഭക്തികൊണ്ടും രാവണന്റെ ലങ്കയെ വിറപ്പിച്ചപ്പോൾ, ഭീമൻ തന്റെ സമാനതകളില്ലാത്ത കായികബലം കൊണ്ട് കുരുക്ഷേത്ര എന്ന വലിയ യുദ്ധഭൂമിയെ വിറപ്പിച്ചു. രണ്ടിടത്തും ലക്ഷ്യം ഒന്നുതന്നെയായിരുന്നു, അത് ധർമ്മത്തിന്റെ അന്തിമമായ വിജയമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഇത്തരം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകാറുണ്ട്. ചിലപ്പോൾ നാം ഹനുമാനെപ്പോലെ വളരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടിവരും. അവസരം വരുമ്പോൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടിവരും. എന്നാൽ ചിലപ്പോൾ ഭീമനെപ്പോലെ ശക്തമായി പോരാടേണ്ടിവരും, പ്രതികരിക്കേണ്ടിവരും. ഈ രണ്ട് ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ പ്രാണവായു മാത്രമാണ്. വായുദേവന്റെ കഥ തുടങ്ങുന്നത് അനന്തമായ ശൂന്യതയിലെ ഒരു ചെറിയ ശ്വാസത്തിൽ നിന്നാണ്. അത് അവസാനിക്കുന്നതും നമ്മുടെ ഈ അവസാനത്തെ ശ്വാസത്തിൽ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ പച്ചില അനങ്ങുമ്പോഴും, ഓരോ പൂവ് വിടരുമ്പോഴും, ഓരോ പക്ഷി പാടുമ്പോഴും, നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെയെല്ലാം വായുദേവന്റെ വലിയൊരു സ്പർശമുണ്ട്. ആ സ്പർശം നാം അനുഭവിച്ചറിയണം, അതിനെ വിലമതിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചുവീണ നിമിഷം, ആദ്യമെടുത്ത ആ ചെറിയ ശ്വാസം മുതൽ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമെടുക്കുന്ന ശ്വാസം വരെ വായുദേവൻ ഒരു സ്വന്തം അച്ഛനെപ്പോലെ, ഒരു നിഴൽ പോലെ നമ്മോടൊപ്പമുണ്ട്. ആ വലിയ സാന്നിധ്യം നാം പലപ്പോഴും ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ തിരിച്ചറിയുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം. എന്നാൽ വായുപുത്രന്മാരുടെ ഈ അതിശയകരമായ കഥ കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ശ്വാസത്തെ, നമ്മുടെ നെഞ്ചിടിപ്പിനെ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങും. ദിവസവും നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തിക്ക്, ഈ ശ്വാസത്തിന് ഇത്രയും വലിയൊരു ചരിത്രമുണ്ടോ എന്ന് നാം അത്ഭുതപ്പെടും. അതെ, ഇതാണ് ജീവന്റെ ചരിത്രം, വായുദേവന്റെ ചരിത്രം. ഈ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മളിലെ അനാവശ്യമായ ഭയം ഇല്ലാതാകുന്നു, നമ്മളിലെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഹനുമാനെപ്പോലെ ഒരു വലിയ കടൽ ഒറ്റക്കുതിപ്പിന് ചാടിക്കടക്കാനും ഭീമനെപ്പോലെ വലിയ മലകൾ എടുത്തുയർത്താനും കഴിയുന്ന, തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്ന് നാം പൂർണ്ണമായും തിരിച്ചറിയുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവശ്വാസം തന്നെയാണ്, നമ്മുടെ സ്വന്തം പ്രാണനാണ്. വായുദേവന്റെ ഈ പ്രിയപ്പെട്ട മക്കൾ എന്നും നമുക്കൊരു വലിയ പാഠപുസ്തകമാണ്. ആ പുസ്തകം വായിക്കുന്തോറും നമ്മുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകും, നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശമാനമായിത്തീരും. ഒരു മൃദുവായ കാറ്റായി സംഹരിക്കുന്ന കൊടുങ്കാറ്റായി, ജീവന്റെ ഒരിക്കലും നിലയ്ക്കാത്ത തുടിപ്പായി വായുദേവനും അദ്ദേഹത്തിന്റെ മക്കളും എക്കാലവും ഈ ഭൂമിയിൽ നിറഞ്ഞങ്ങനെ നിൽക്കും. ആ വലിയ ശക്തിയുടെ മുന്നിൽ, പ്രകൃതിയുടെ ആ വലിയ മാന്ത്രികതയ്ക്കും മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് കൈകൾ കൂപ്പി ഹൃദയത്തിൽ നിന്ന് പ്രണാമം അർപ്പിക്കാം. നമ്മളെടുക്കുന്ന നമ്മുടെ ഓരോ ശ്വാസവും ആ വലിയ ശക്തിയോടുള്ള നന്ദിയായി മാറട്ടെ, ആദരവായി മാറട്ടെ. നമ്മുടെ ജീവിതം വായുപുത്രന്മാരെപ്പോലെ അർത്ഥവത്തായി ധർമ്മത്തിനുവേണ്ടി നിലകൊള്ളുന്നതായി തീരട്ടെ എന്ന് നമുക്ക് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം. ജീവന്റെ ആ മഹാശ്വസത്തിനു മുന്നിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഈ മനോഹരമായ വായുപുത്രന്മാരുടെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വലിയ സത്യം എന്നും നമ്മുടെ കൂടെയുണ്ടാകട്ടെ, നമ്മുടെ വഴികളിൽ വെളിച്ചമാകട്ടെ. ഈ ലോകം മുഴുവൻ ആ ജീവശ്വാസം ഒരു വലിയ സംഗീതമായി നിറയട്ടെ. വായുദേവനും അദ്ദേഹത്തിന്റെ അതിശക്തരായ മക്കൾക്കും എക്കാലവും പ്രണാമം.